ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കോഴിക്കോട് അച്ചൻകുളത്ത് കുളിച്ച ഈ ഫറോക്ക് സ്വദേശിയായ കുട്ടി ചികിത്സയിലായിരുന്നു. മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പനിയും മറ്റ് അസുഖങ്ങളും ബാധിച്ച് ഇന്നലെയാണ് അത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ അച്ചൻകുളം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടി കുളിച്ചുവെന്ന് അല്ലെങ്കിൽ അണുബാധ ഏറ്റുവെന്ന് സംശയിക്കുന്ന അച്ചൻകുളത്താണ്. ഇവിടെ പ്രദേശത്ത് നഗരസഭയുടെ ഫറോക്ക് നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്തുള്ള ഒരു കുളമാണ്. കുറേ കാലങ്ങളായി ഇവിടെയുള്ള കുളമാണ്. നമുക്കിവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാഴ്ചയിൽ വളരെ ശുദ്ധമായ അല്ലെങ്കിൽ അടിത്തട്ട് കാണുന്ന രീതിയിലുള്ള തെളിഞ്ഞ വെള്ളമാണ് ഈ കുളത്തിലുള്ളത്. നിരവധി കുട്ടികൾ കുളിച്ചിരുന്നതാണ്. അവിടെ കുളിച്ച ശേഷമാണ് പിന്നാലെയാണ് കുട്ടിക്ക് ഈ ജ്വരം ബാധിച്ച് അസുഖബാധിതനായി എത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഈ കുളത്തിന് ഒഴുക്കുണ്ട്. പക്ഷേ അന്ന് കുട്ടി കുളിച്ച സമയത്ത് ആ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നില്ല. കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ കുളമുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവിടുന്നായിരിക്കാം ഈ അണുബാധ, അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചതിനെ തുടർന്നായിരിക്കാം അണുബാധ ഉണ്ടായതാണ് നമ്മൾ സംശയിക്കുന്നത്. ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ മൂക്കിലൂടെ വെള്ളം, ഈ അമീബ ബാധയുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ വായിലൂടെ അകത്തി എന്നത് പ്രശ്നമില്ല. മൂക്കിലൂടെ അത് തലച്ചോറിലേക്ക് എത്തുന്നതാണ് ഈ മസ്തിഷ്ക ജ്വരമായി മാറുന്നത്. ആ തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ അടിത്തട്ടൊക്കെ കാണുന്ന രീതിയിലുള്ള തെളിഞ്ഞ വെള്ളമാണ്. ആ വെള്ളത്തിൽ കുളിച്ച കുട്ടിക്കാണിപ്പോൾ അണുബാധ ഏറ്റിരിക്കുന്നത്. മറ്റ് കുട്ടികൾക്കുള്ള സാമ്പിൾ പരിശോധന, അവിടെ കുളിച്ച മറ്റു കുട്ടികൾക്ക് സാമ്പിൾ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള ഫലമൊന്നും വന്നിട്ടില്ല. നിലവിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ ജ്വരം ബാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കുളം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അത് മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും നടത്തിയതിനു ശേഷം മാത്രമേ ഇനി തുറന്നു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുള്ളൂ. നിരവധി കുട്ടികളും ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഇവിടെ കുളിച്ചിരുന്ന കുട്ടികളാണോ? നിങ്ങൾ നീന്തൊക്കെ പഠിച്ച കുളമാണ്? ഞാൻ കുറച്ചൊക്കെ പഠിച്ചത്. ശരി, കുളിക്കാറുണ്ട് കുളത്തിൽ? കുളിക്കാത്തപ്പോ കുളിക്കാറില്ല. പക്ഷെ കുറെ കുട്ടികൾ വരാറുണ്ടല്ലേ കുളിക്കാൻ വേണ്ടി? ഇപ്പം ഈ റിപ്പോർട്ട് കുട്ടിക്ക് അണുബാധ വന്നതിന് ശേഷം പിന്നെ കുളിക്കാറില്ല ആരും? ആദ്യം കുഴക്കുമ്പോ എല്ലാരും കുളിക്കാൻ വരും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ രോഗമുള്ളതുകൊണ്ട് ആരും വരില്ല. അപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും കുളിക്കാതിരിക്കുക. ആദ്യമൊക്കെ ഫുള്ള് ഈ ക്ലോറോഫ്രീൻ പൊടി ഇട്ടിട്ട് അതിന്റെ ഇത് ഒഴിവാക്കാൻ കുറച്ച് മരുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറെ കാലം കൂടി കാത്തിരിക്കണം. ഇനിയിപ്പോ കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഇത് കുളിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഈ കുട്ടീന്റെ ഈ മൃദുല അവസ്ഥ അറിഞ്ഞിട്ടേ ഇനി കുളിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്തായാലും നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭക്കാരൊക്കെ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് കുളിക്കാൻ പറ്റുള്ളൂ അല്ലേ? വിഷമമുണ്ടോ? ഓക്കെ, ഇവിടെ സ്ഥിരമായി കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരെല്ലാവരും കുളത്തിന് സമീപത്തുണ്ട്. പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് തന്നെയാണ് ഈ രീതിയിലുള്ള അണുബാധ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുളം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കുളം ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അമീബ ബാധ ഏറ്റതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു മുൻകരുതലാണ് ഇക്കാര്യത്തിൽ എടുക്കാനുള്ളത്. അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വീണ്ടും അത് തുറക്കുക. കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയിൽ മാറ്റമില്ല എന്നുള്ളതാണ് അല്പം ആശങ്കപ്പെടുന്ന കാര്യം. ഷഹീദ്, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചുകൂടി ഒന്ന് പറയുമോ? കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമം ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മരുന്നുകൾ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും അതിഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വെന്റിലേറ്ററിൽ തന്നെയാണ് കുട്ടി ഇപ്പോഴും കഴിയുന്നത്. ആര്യ?